നമസ്കാരം. ഈ പോക്ക് എങ്ങോട്ട് കേരളമേ? ഈ ചോദ്യം ചോദിക്കാതിരിക്കാനാവുന്നില്ല ഈ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിവിശേഷം കണ്ടിട്ട്. നരഭോജി വന്യമൃഗങ്ങളും നരഭോജി മനുഷ്യരും വാശിക്ക് വെറിപൂണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. 2025 പിറന്നിട്ട് ആദ്യ മാസം ജനുവരി വിട പറഞ്ഞു. ഇതിലൊരൊറ്റ ദിനം പോലും ദുർവാർത്തകൾ കേൾക്കാതെ കടന്നുപോയിട്ടില്ല. ചെന്താമരയും ഗ്രീഷ്മയും, ജന്മം തന്നതിന് സ്വന്തം അമ്മയെ കൊല ചെയ്ത മകനും, അയൽവാസികളെ നിഷ്കരുണമില്ലാതാക്കിയ യുവാവും, കഴുത്തറത്ത് പ്രണയപ്പക തീർക്കുന്ന കാമുകി കാമുകന്മാരും, കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കിണറ്റിലെറിയുന്ന ആങ്ങള പെങ്ങന്മാരും, കാമവെറി പൂണ്ടവരും, അധ്യാപകനെ കൊലവിളി നടത്തുന്ന വിദ്യാർത്ഥികളും, സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിതിരുകി കത്തിക്കുത്ത് നടത്തുന്ന മക്കളും വിദ്യാർത്ഥികളും, ഇതെല്ലാം കേരള സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെയും അപ്പച്ചയത്തിന്റെയും ദൃഷ്ടാന്തങ്ങളല്ലേ എന്ന് നമ്മുടെ ഈ നാട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം. കൊടും ക്രൂരത ചെയ്ത ഈ മനുഷ്യർക്കാർക്കും അവരുടെ മുഖത്തോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ശരീരഭാഷയിലോ യാതൊരു പാപബോധവും ഇല്ല എന്നുള്ളതാണ്. ഒരു കുലുക്കമില്ല. ഇനിയും ഇതിലപ്പുറം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് മടിയില്ല എന്നൊരു മുഖഭാവമാണ് അവർ സംവേദനം ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദങ്ങൾ. നമ്മൾ സാക്ഷരരാണോ സത്യത്തിൽ? അക്ഷരങ്ങളും അടിസ്ഥാന മൂല്യങ്ങളും അയലത്ത് പോലുമില്ലാതെ അലയുന്നവ നമ്മൾ എന്ത് നന്മയാണ് പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? മാന്യമായ വസ്ത്രധാരണമോ സംസാരമോ ഇടപെടലോ ഇതൊന്നുമില്ലാത്ത വിധം നമ്മൾ അധപ്പതിച്ചത് എങ്ങനെയാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? ആരിതിന് പരിഹാരം കാണും? കുടുംബങ്ങളിലെ മൂല്യത്തകർച്ചകളും ദാമ്പത്യ ബന്ധത്തിലെ താളപ്പിഴകളും, ഒരേ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ പരസ്പരം സംസാരമില്ലാതെ, അയൽ ബന്ധങ്ങളില്ലാതെ, മൊബൈൽ സൗഹൃദങ്ങളുമായി മാത്രം കഴിയുകയാണ്. ജീവിക്കുന്ന ഇടവുമായിട്ടും സമൂഹവുമായിട്ടും യാതൊരു കൂറോ ബന്ധമോ ബന്ധുതയോ ഇല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് നീങ്ങുകയാണ്. ലഹരിക്ക് അടിമകളാകുന്നു. അക്രമം, അനാശാസ്യം, ലൈംഗിക അരാജകത്വം എന്നിങ്ങനെ സകല തിന്മകളും നമ്മുടെ ഇടയിലേക്ക് ചൂഴ്ന്നു കയറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ, സിനിമ, ഇതിൽ നിറഞ്ഞു കവിയുന്നത് വയലൻസ് അല്ലാതെ കഥയും കഥാതന്തുവുമുള്ള, ആർജവമുള്ള, സംസ്കാരമുള്ള ഏതെങ്കിലും ഒന്ന് ഇന്ന് ആരെങ്കിലും പടച്ചുവിടുന്നുണ്ടോ? എന്താണ് നമുക്ക് ഈ ഗതി വരാൻ കാരണം? എൻ്റെ ശരീരം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, ഇത് പറഞ്ഞുകൊണ്ട് മാധ്യമ ചർച്ചകളിലും സമൂഹത്തിലും പൊതു ഇടങ്ങളിലും ഇങ്ങനെ ഗീർവാണം മുഴക്കി ഏത് പാതകം ചെയ്യുന്നവനെയും പാർട്ടി സംരക്ഷണം ഒരു വശേ, അല്ലാത്ത സംരക്ഷണം ഒരു വശേ, ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നെറികെട്ട രാഷ്ട്രീയവും സാമൂഹിക ജീവിതവും, കുറ്റവാളികൾക്ക് അനീതിപരമായ പരോളും പരിവാരവും അകത്തും പുറത്തും ഒരുക്കുന്ന നീതിപാലകരും നിയമപാലകരും, പണത്തിന്റെയും പദവിയുടെയും പാർട്ടിയുടെയും മുൻപിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നവരും, ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും അവരുടെ കളിപ്പാവകളായി മാറുന്നവരും ഇന്ന് നമ്മുടെ നാടിന്റെ ഗതികേടാണ് സ്ഥിരം കാഴ്ചയാണ്. ആൽബർട്ട് ബന്ദൂരായുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രൈം ഈസ് ലേൺഡ് ഫ്രം പിയേഴ്സ്, ഫാമിലി ആൻഡ് മീഡിയ. അതായത് സമപ്രായക്കാരിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നുമാണ് ഒരാൾ കുറ്റകൃത്യങ്ങൾ പഠിക്കുന്നത്. ശരി തെറ്റുകൾ അറിയാത്തതല്ല ഇന്നത്തെ സമൂഹത്തിന്റെ അപജയം. തെറ്റാണെന്നറിഞ്ഞിട്ടും യാതൊരു മനസാക്ഷിക്കടിയും ഇളക്കവുമില്ലാതെ ആ തെറ്റ് തുടരാൻ പോന്ന വിധം മനസാക്ഷി മരവിച്ചതാണ് ഇവിടുത്തെ പൊതുസമൂഹവും ഭരണ സംവിധാനവും വിദ്യാഭ്യാസവും മാധ്യമവും. ഇതെല്ലാം എല്ലാ ഇടങ്ങളിലും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക.
ഇവിടെയൊക്കെയാണ് നാടിൻ്റെ സംസ്കൃതിയിൽ അലിഞ്ഞു ചേർന്നിരുന്ന ആധ്യാത്മിക ചിന്തകൾ. നമുക്കറിയാം, ഏതൊരു വീടിനും മേൽക്കൂര ആവശ്യമാണ്. ആ മേൽക്കൂരയിലാണ് ഭിത്തികളും തറയും തമ്മിലുള്ള ബന്ധത്തെ മുഴുവൻ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നത് മേൽക്കൂരയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസവും അപരവിചാരവും ആദരവും പരസ്പര ബഹുമാനവും എല്ലാം നിറഞ്ഞ് അങ്ങനെ പല കഴിക്കോലുകൾ നമ്മുടെ മേൽക്കൂര പണിത് നിന്ന ഒരു കാലത്തിൽ നിന്ന് ദൈവവിചാരം നഷ്ടപ്പെട്ടു, പാപബോധം നഷ്ടപ്പെട്ടു, മനസാക്ഷി എന്ന് പറയുന്നത് ഒന്നില്ലാതായി. ഇങ്ങനെ സകല ഇടങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ വികലമായ കാഴ്ചപ്പാടുകളും ധൂർത്തും അനാവശ്യമായ ആഡംബരങ്ങളും എന്തും ഏതും ആരുടെയും മുമ്പിൽ തുറന്നു കാണിക്കാൻ പോന്ന അവസ്ഥാവിശേഷങ്ങളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യം ചെയ്തവർക്കോ താരപരിവേഷമാണ് ഇന്ന് നൽകുന്നതെന്ന് മറക്കരുത്. ഏത് ഇരയുടെയും വേടന്റെയും മുൻപിൽ മൈക്ക് നീട്ടി അവരോട് എന്തും ചോദിക്കാനും എന്തും പറയിപ്പിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല. അവർ കടന്നു പോകുന്ന വിധി ന്യായങ്ങളും കേസിന്റെ കാര്യങ്ങളും ഇതൊന്നും മാനിക്കാതെ, അവരുടെ ഡിഗ്നിറ്റി, അവരുടെ ഔന്നത്യം ഇതൊന്നും മനസ്സിലാക്കാതെ എന്തും ചോദിച്ച് സമൂഹത്തിൽ ഇങ്ങനെ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാധ്യമധർമ്മമാണോ? ചാനലുകളുടെ ഈ ധാർമ്മിക തകർച്ച എത്രമാത്രം നമ്മൾ ഓർമ്മിക്കണം. വിദേശ രാജ്യങ്ങളിലൊന്നും ഒരു കുറ്റവാളി പിടിക്കപ്പെട്ടാൽ ആ വാർത്ത മാത്രം വരികയും പിന്നീട് അവൻ പോകുന്ന വഴിയോ ഇടമോ അറിയാത്ത വിധത്തിൽ അത്രയേറെ സ്വകാര്യമായിട്ട് അത് നിയമത്തിന്റെ വഴിയിൽ അവനെ അവളെ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ, ഇവൻ പോകുന്നതിൻ്റെ റൂട്ട് മാപ്പും ഇവൻ കയറുന്ന കടകളും ഇവൻ കഴിക്കുന്ന ബിരിയാണിയും എത്ര മനോഹരമായിട്ടാണ് നമ്മളിങ്ങനെ പൊതുസമൂഹത്തിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ പുനരാവിഷ്കാരങ്ങളുമെല്ലാം പൊതുസമൂഹത്തിൽ കാണിക്കുമ്പോൾ ഓർമ്മിക്കണം, നന്മ തിന്മകളെ അനുകരിക്കാനും അനുഗമിക്കാനുമുള്ള മനുഷ്യ മനസ്സിൻ്റെ ആ വലിയ വിചാരത്തെ നമ്മൾ വിസ്മരിക്കരുത്. ആ പ്രവണത മനുഷ്യർക്കുണ്ട്. ഇനി എന്നാണ് നമ്മളിത് പഠിക്കുന്നത്? കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നത് വരെ കണ്ടെത്തുകയും തെളിയുന്നവരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകി സമൂഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്നതും അവർ പറയുന്നതുമെല്ലാം നമ്മുടെ റേറ്റിംഗിനും സെൻസേഷനും എക്സ്ക്ലൂസീവ് ന്യൂസിനും വേണ്ടി കാഴ്ചവസ്തുവാക്കുന്ന ദൃശ്യമാധ്യമ സംസ്കാരം നിയന്ത്രണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഈ അടുത്ത് നമ്മുടെ നാട്ടിലിറങ്ങിയ മലയാള സിനിമകളും സംഗീതവും ഏത് തരത്തിലുള്ള നന്മയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്? ഈ വയലൻസ് കുത്തി നിറച്ച് ലഹരിയും അതിൽ നിന്ന് വരുന്ന വേഷവിധാനങ്ങളും സംസാര രീതികളും പാട്ടും ഇതെല്ലാം എന്ത് നന്മയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത്? അക്രമവും രക്തച്ചൊരിച്ചിലുകളും കൊലപാതകങ്ങളും കൊടും ഭീകരതയും ആയുധപ്പോരും വാക്പോരും ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളടക്കം എല്ലാവരും കാണുകയും ഈ കാഴ്ചയിലൂടെ അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് ഇത് പതിയുകയും അത് വീണ്ടും വീണ്ടും മനുഷ്യന്റെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പരിഷ്കൃതർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ എന്ന് മനസ്സിലാക്കും. ഇനി ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കുന്ന സംഗീതങ്ങൾ, ഭാഷാപ്രയോഗങ്ങൾ ഇതേ അവസ്ഥയ്ക്ക് വളമിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? പച്ചത്തെറികളും പരനിന്ദകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒട്ടും നിലവാരമില്ലാത്ത വിഷയങ്ങളുടെ ചർച്ചകളും അനാവശ്യമായ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെയും കാഴ്ചക്കാരെയും ഉണ്ടാക്കുന്ന വൈറൽ സംസ്കാരവും ഇനി എന്ന് നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കും? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു വ്യവസ്ഥിതി എല്ലാ മേഖലയിലും കടന്നുകൂടിയില്ലേ? സത്യത്തിനും നീതിക്കും ശാന്തിക്കും സമാധാനത്തിനും ഇവിടെ എന്ത് വിലയാണ്? ക്ഷമയും അച്ചടക്കവും നമുക്കില്ലാതെ പോകുന്നല്ലോ. വാഴ്ത്തുപാട്ടുകളിൽ മയങ്ങുന്ന നേതാക്കൾ ഒരു വശം, തള്ളിമറയ്ക്കുന്ന സ്തുതിപാഠകർ മറുവശം. ഇങ്ങനെ ധാർമ്മികതയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മേലാള പ്രീണനങ്ങളും അനുയായികൾ എല്ലാം മറന്ന് ജനസേവനവും എല്ലാം മറന്ന് കീശഭാരം മാത്രം നോക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന പൊതുപ്രവർത്തകരും വൺമാൻ ഷോ കളിക്കുന്നവരും അവസരത്തിനൊത്ത് നിലപാട് മാറ്റുന്നവരും ഇന്ന് പൊതുക്കാഴ്ചയായി. നിയമത്തെയും നിയമപാലകരെയും ആരിവിടെ കണക്കിലെടുക്കുന്നു? ആരെയാണ് ഇവിടെ നമുക്ക് പേടി? കാലതാമസം വരുത്തി ബോധപൂർവം തെളിവ് നശിപ്പിക്കുകയും
സംഗതികളുടെ ഗൗരവം ചോർത്തി ശിക്ഷാ നടപടികളിൽ വെള്ളം ചേർക്കുകയും ചെയ്യുന്ന ഉദാസീനത അപലപനീയമാണ്. തക്ക സമയത്തുള്ള ശിക്ഷാ നടപടികൾ, അതിനുള്ള സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള വൈദഗ്ധ്യവും സാമൂഹിക പ്രതിബദ്ധതയും നിയമപാലകർക്കും നീതിപീഠത്തിനും അത്യന്താപേക്ഷിതമാണ്. കാലോചിതവും കാലാനുസൃതവുമായ ശിക്ഷാ നടപടികൾ തക്ക സമയത്ത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നത് വഴി സമൂഹത്തിന്റെ സുരക്ഷയല്ലേ ഉറപ്പുവരുത്തുന്നത്? ഫുൾ A+ഉം 100% ലക്ഷ്യമിടുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനും സംസ്കരണത്തിനും മാനസിക വളർച്ചയ്ക്കും വേണ്ട പോഷകങ്ങൾ നൽകാൻ പര്യാപ്തമാണോ ഇന്ന്? മതമൂല്യങ്ങളും ധാർമ്മിക പാഠങ്ങളും പരാപര വിചാരവും സന്മാർഗബോധനങ്ങളും വേണ്ടത്ര സമൂഹ മനസാക്ഷി രൂപീകരണത്തിൽ ഇന്ന് സ്വാധീനം ചെലുത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വഭാവ വൈകല്യമോ മാനസിക പ്രശ്നങ്ങളോ ഉള്ളവരെ കണ്ടെത്തണം, കണ്ടെത്തി ചികിത്സ നൽകണം. അതിനുള്ള സാമൂഹിക സംവിധാനങ്ങൾ നമുക്കിനിയുമായിട്ടില്ലല്ലോ. ഭൗതിക വളർച്ചയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള മാനസികാരോഗ്യ തലം ഇവിടെ ഉണ്ടാകുന്നില്ല. സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാവുകയും അതിനെ ശാസ്ത്രീയമായി നേരിടാൻ വൈദഗ്ധ്യമില്ലാതെ പോവുകയും ചെയ്യുന്നത് ഇന്ന് സാധാരണ കാഴ്ചയായി മാറി. സമൂഹത്തിന്റെ ശ്രുതിഭംഗങ്ങളിൽ ധീരോദാത്തം ഉയർന്നു നിന്ന് അതിന്റെ ദുസ്ഥിതിയെ ചോദ്യം ചെയ്യുകയും വിശകലനം ചെയ്യുകയും അതിന് പരിഹാരമാർഗം നിശ്ചയിക്കുകയും ചെയ്തിരുന്നവരൊക്കെ പേടിച്ചും ഭയന്നും മൗനം ഭജിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. നല്ലത് ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് ഇടമോ പ്രാധാന്യമോ നൽകാത്തതും അധപതനമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ നേതാക്കളും മൂല്യങ്ങൾക്കു വേണ്ടി നിലകൊണ്ട മതനേതാക്കളും നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി യത്നിച്ച സാംസ്കാരിക നായകരും പ്രതിഭാസമ്പന്നരായ കവികളും എഴുത്തുകാരും സത്യധർമാദികൾക്ക് വേണ്ടി നിലകൊണ്ട സംഘടനകളും അതിനുവേണ്ടി സ്വാർത്ഥം മറന്ന് ജീവാർപ്പണം ചെയ്ത ധീരനായകർക്കുമെല്ലാം ജന്മം നൽകിയ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്നത്തെ അതിൻ്റെ അവസ്ഥയിൽ തല താഴ്ത്തുകയാണെന്ന് ഓർമ്മിക്കണം. മാനവികതയും മനുഷ്യ നന്മയും അറ്റുപോയിട്ടില്ല നമുക്ക്. പക്ഷെ അത് രോഗാതുരമായി എന്ന് നമ്മൾ തിരിച്ചറിയണം. അടിയന്തരമായ ചികിത്സ അതിന് നൽകിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഓരോ വ്യക്തിത്വത്തിൻ്റെയും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടുകൂടെ വ്യക്തികളും കുടുംബങ്ങളും പൊതുസമൂഹവും മതവും സമൂഹവുമെല്ലാം സാഹോദര്യവും സഹാനുഭൂതിയും സൗമ്യതയും ശ്രേഷ്ഠ വിചാരങ്ങളും ഉന്നത കാഴ്ചകളും നിറച്ച് നമ്മുടെ സമൂഹത്തെ ജീവസുറ്റതാക്കാം. തമസോമാ ജ്യോതിർഗമയ. നന്ദി.